ഹേ ഗായ്സ്, അപ്പോൾ നമുക്കൊരു ഗെറ്റ് റെഡി വിത്ത് മീ ആയാലോ? ഇന്ന് എന്താ ഒരു കഥയാണ് ഗൈസ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. ഉണ്ടായിരുന്ന നല്ലൊരു ജോലി എന്ന് പറയുമ്പം ഹൈ പെയ്ഡ്. കേട്ടോ, ഒരു BA പഠിച്ച ഒരു സ്റ്റുഡൻറ്റിന് ഇതൊരു ഹൈ പെയ്ഡാണ് ഗൈസ്. സത്യം പറയാമല്ലോ, BA എന്തിനാണ് പഠിച്ചതെന്ന് തന്നെ ഞാൻ ആഗ്രഹിക്കുക ഇപ്പോൾ. അപ്പോൾ നമുക്ക് ഗെറ്റ് റെഡി വിത്ത് മീയിലോട്ട് പോവാം. അപ്പോൾ ഫസ്റ്റ് നമ്മളൊരു സെറം യൂസ് ചെയ്യുന്നുണ്ട്. അത് ഇതിൻ്റെ ആട്ടോ, ഗാർണിയറിൻ്റെ ആണ്. ഇത് ഡേ ആണ്, നൈറ്റിനുള്ളതും ഉണ്ട്. നൈറ്റ് അത് യൂസ് ചെയ്തിട്ട് ഡേ ഇത് യൂസ് ചെയ്താൽ അത് യൂസ് ചെയ്യുന്ന ടൈമിൽ നമ്മുടെ സ്കിന്നിന് നല്ലൊരു ഗ്ലോ കിട്ടും കേട്ടോ. അപ്പോൾ ട്രൈ ചെയ്തവർക്കറിയാം. പക്ഷെ അത് സ്റ്റോപ്പ് ചെയ്യുമ്പോൾ അതുപോലെ ആ ഗ്ലോയും അങ്ങോട്ട് പോയി കിട്ടും. സോ അത് കണ്ടിന്യൂ ആയിട്ട് യൂസ് ചെയ്യുന്നവർക്ക് നല്ല ഗ്ലോ കിട്ടിക്കൊണ്ടിരിക്കും. സ്റ്റോപ്പ് ചെയ്താൽ ഗ്ലോ പോകും. പിന്നെ സെക്കൻഡ്, ഈ മോയ്സ്ചറൈസർ എന്ന് പറയുന്നത് ഇതിൻ്റെ ബ്രാൻഡ് ഫോക്സ് സ്റ്റൈലാണ്. ഇതിൻ്റെ എക്സാക്റ്റ് പ്രൊനൗൺസിയേഷൻ ഇതാണോ എന്ന് എനിക്ക് കറക്റ്റ് അറിയാൻ വയ്യ. പക്ഷേ ഇറ്റ് ഗീവ്സ് എന്തോ മോർ ഗ്ലോ ഓൺ യുവർ ഫേസ്, എനിക്കങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ലിപ് ബാം. ഇത് മിനിമലിസ്റ്റിൻ്റെയാണ്, ആ വൈറ്റ്. അതിൻ്റെ പഴയതായതുകൊണ്ടാണ് അത് അതിൻ്റെ കളറൊക്കെ പോയി. പിന്നെ ഗുഡ് വൈബ്സ്. ഇത് രണ്ടും നല്ലൊരു മോയ്സ്ചറൈസ് ലിപ് ബാമാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് സൺസ്ക്രീൻ. എൻ്റെ പൊന്നോ, ഞാൻ എത്ര സൺസ്ക്രീൻ യൂസ് ചെയ്തിട്ടും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സൺസ്ക്രീനാണ് ഇത്, ഡെർമയുടെ. അതായത് ഒരു ഓയിലി സ്കിന്നുള്ളവർക്കും കോമ്പിനേഷൻ സ്കിന്നുള്ളവർക്കും ഒക്കെ അടിപൊളിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. സ്കിൻ ഒരിക്കലും ഓയിലി ആക്കുന്നില്ല, നല്ലൊരു ഗ്ലോ കിട്ടും. പിന്നെ അത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യണമെങ്കിൽ നമ്മുടെ ഫേസിന് നല്ലൊരു ഗ്ലോ വരും, അങ്ങനെയൊക്കെ. പിന്നെ നമ്മൾ തലകെട്ടി കമ്മലിട്ടു. പിന്നെ അത് കഴിഞ്ഞിട്ട് ലിപ്സ്റ്റിക്ക്, അത് സ്റ്റുഡിയോ പ്രോഡക്റ്റാണ്. പിന്നെ ഒരു പൊട്ട് വെച്ചു. പിന്നെ ഒരു ബാഗ് വിട്ട് നമ്മളിപ്പോൾ പാർട്ട് ടൈം ജോലിക്ക് റെഡിയായി ഗായ്സ്. സോ ബൈ ഗായ്സ്, see you tomorrow.